SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രത്യേക സമുദായത്തെ ഉന്നമിച്ച് വിവാദ പ്രസ്താവനകൾ നടത്തി. ഇന്ത്യൻ നേതാക്കളുടെ ഭാഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രതികരണം വരുന്നത്. ആലപ്പുഴ ജില്ലക്കാരൻ കൂടിയായ മന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. എന്താണ് മറുപടി? അല്ല, പാർട്ടിയുടെ നിലപാട് പറഞ്ഞിരുന്നാലും പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി പറയും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏത് കാര്യത്തിലും ഞാനിപ്പോൾ പഴയതുപോലെ അല്ല. നിലപാടുകൾ പാർട്ടി സെക്രട്ടറി വരെ പറയും. അതാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പരിമിതിക്കുള്ളിൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇപ്പം പറയുന്നില്ല. ഞാൻ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. നിങ്ങൾ ആ കാര്യമൊക്കെ ശരിക്കും എനിക്ക് വേണ്ടി പ്രചരിപ്പിച്ച് തന്നല്ലോ. ഞാനിപ്പോൾ അത്തരം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി കാര്യം പാർട്ടി സെക്രട്ടറി പറയും, ഗവൺമെൻറ് കാര്യം ബന്ധപ്പെട്ട മന്ത്രിമാർ. ഇനി മന്ത്രിമാർ മാത്രം പറഞ്ഞാൽ പോലെങ്കിൽ മുഖ്യമന്ത്രി പറയും. എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കേണ്ട ചോദിച്ചാലിപ്പോൾ മറുപടി. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറിയാണ്. 30 വർഷമാകും. ആ 30 വർഷമാകുമ്പോൾ SNDP ചേർത്തല താലൂക്കിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നു. അത് അദ്ദേഹം സംഘടിപ്പിക്കുന്നതാണെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്വീകരണം നടന്നു. അദ്ദേഹത്തെ ആ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞാൻ ആ ദിവസം മറ്റു കുഴപ്പങ്ങളില്ല പങ്കെടുക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ നിലപാട്. അതും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കൂട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. അത് രണ്ടും രണ്ട്. അദ്ദേഹം 30 വർഷമായി അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ 30ാമത് വർഷത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ടുള്ള ആഘോഷമാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിന് നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നത്. നാളെ ഒരു ബിഷപ്പ് 30 വർഷമായി എന്നെ വിളിച്ചാൽ ഞാൻ പോകുന്നതിനെന്താ കുഴപ്പം? നാളെ SNSSൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ 30 വർഷമായി 25 വർഷമായി വിളിച്ചാൽ ഞാൻ പോകും. അത് പിന്നെ മറ്റു രൂപത്തിൽ നിങ്ങൾ കണ്ടതില്ല. അപ്പം ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരെല്ലാം അവിടെ പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, വിവാദ വിഷയത്തെ സംബന്ധിച്ച് ഓരോ പാർട്ടിയുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ. ആ പാർട്ടിയുടെ ഭാഗമായി ഉള്ള ആളാണെങ്കിലും എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങ് ചോദിച്ച ചോദ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ അത് വീണ്ടും MV ഗോവിന്ദ മാസ്റ്ററോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. അങ്ങ് രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണ്? ഞാൻ അവിടെ പോകുമില്ലേ? പോകും. എന്തുകൊണ്ട് പോകുന്നു? അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തിയാണ് ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. ഞാൻ പോകുന്നത് 30 വർഷമായിട്ട് അദ്ദേഹം SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആകുന്നു. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ആ സമുദായത്തിലെ ആളുകൾക്ക് തോന്നിയപ്പോൾ അവരൊരു സ്വീകരണം വെച്ചു. ഞങ്ങളെയൊക്കെ വിളിച്ചു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാരെന്നതിൽ ഞങ്ങൾ ആ സ്വീകരണത്തിന് പോകും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തിന് പോകുന്ന ആളുകൾ അതിന് പോകരുത്. അദ്ദേഹത്തെ രഹസ്യമായി കണ്ട് വോട്ട് പിടിക്കേണ്ട സമയത്ത് പോകണമെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതെനിക്ക് യോജിപ്പില്ല. വോട്ട് പിടിക്കേണ്ട സമയത്തും പോവും, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന സമയത്തും പോവും. വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നല്ലപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രവിരുദ്ധത ഉണ്ടെന്നുള്ള ധാരണയും എനിക്കില്ല. ഇതായിരിക്കും നാളെ അങ്ങ് പ്രധാനമായും കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഓർത്തു, അതൊന്നും കൊണ്ട് ഈ പരിപാടി നമ്മൾ മാറ്റേണ്ട കാര്യം. ഈ പരിപാടി അതിൻ്റെ വഴിക്ക് വഴി പോകുന്നുണ്ട്. മറ്റേത് നമ്മുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയും.